കടലക്കറി വയ്ക്കും. കടല കുതിർത്തിയത്, സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കരിവേപ്പില, തക്കാളി എന്നിവ. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കിയ ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കുക. സവാള നല്ല വഴണ്ട് വരണം. നന്നായി വണങ്ങിയ ശേഷം നന്നായി വണങ്ങാൻ വേണ്ടി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വേഗം വണങ്ങി കിട്ടണമായിരിക്കും. നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ല വണങ്ങിയ ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. നന്നായി യോജിപ്പിച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇളക്കുക. കടല വേവിച്ച വെള്ളം ചേർത്ത് ഇളക്കുക. നന്നായി വഴണ്ട് വരുമ്പോൾ നമ്മൾ വേവിച്ച കടല അതിലേക്ക് ചേർക്കാം. ചേർത്ത് നല്ല യോജിപ്പിച്ച് കൊടുക്കാം. ശേഷം വേവിച്ച കടല കുറച്ച് മിക്സിയിൽ അടിച്ചെടുക്കാം. ശേഷം ചീനച്ചട്ടിയിൽ ചെറിയ ജീരകം, വലിയ ജീരകം കുറച്ച് ചൂടാക്കി നമ്മൾ പൊടിച്ച് മാറ്റി വയ്ക്കാം. ശേഷം 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു എല്ലാം ഒന്ന് മൊരിയിച്ചെടുക്കുക. മൊരിഞ്ഞ് വരുമ്പോൾ ബ്രിഞ്ചി ഇലയും കുറച്ച് തേങ്ങയും ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊരു ഗോൾഡൻ കളർ ആവണ വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇത് അരയ്ക്കാനുള്ളതാണ്. അരച്ച് കറിയിലേക്ക് ചേർക്കാനുള്ളതാണ്. കറിക്ക് ടേസ്റ്റ് കിട്ടും. കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും നമ്മളങ്ങനെ ചെയ്യും. ശേഷം അരച്ച് വെച്ച കടല നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. കടല കുറച്ച് മസാലയുടെ കൂടെ നന്നായി പിടിച്ച് വന്ന ശേഷം നമ്മളതിടുക. പിന്നെ നമ്മൾ തേങ്ങ അരച്ചെടുത്ത തേങ്ങ കറിയിലേക്ക് ചേർക്കണം. ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് അതിനുശേഷം ഇങ്ങനെ തിള വരുമ്പോൾ നമ്മയൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ പൊടിച്ചു വെച്ച ജീരകം അതിലേക്ക് ചേർക്കുക. ടേസ്റ്റ് കൂടുതൽ കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. ശേഷം മല്ലിയില, കരിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ശേഷം വേറൊരു ചീനച്ചട്ടിയിൽ കടുക്, ജീരകം, കരിവേപ്പില, ബ്രിഞ്ചി ഇല, ഇവ ചേർത്ത് കറിക്ക് താളിച്ചു കൊടുക്കും. നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പുട്ടിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ, ദോശയുടെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. ഞങ്ങളിന്ന് പുട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വരും, എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. അപ്പോൾ വീഡിയോസ് കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്.